അദ്ധ്യായം 16. പ്രണയം. സകലതിനെയും ഒന്നാക്കുന്ന പ്രണയം. ചിന്തകൾക്ക് തെളിമ നൽകുന്ന പ്രണയം. പ്രണയം പോലെ എന്തു പ്രതീക്ഷയാണുള്ളത്? ശരീരവും മനസ്സും ഒരുപോലെ തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്ന പ്രണയം. ജീവിതത്തിൽ പ്രണയം വന്നെത്തിയാൽ സങ്കീർണതകളെ മനുഷ്യൻ മറക്കും. വേദനകളെ മനുഷ്യൻ പരിഗണിക്കാതെയാകും. പ്രണയം പ്രകാശമാകും, മഴയാകും, കടലാകും. അങ്ങനെ ലോകത്തിലെ ഓരോ അണുവിലേക്കും ചുരുങ്ങുവാനും ഏത് വിശാലതയിലേക്ക് ഉയരുവാനും പ്രണയം നമ്മെ പഠിപ്പിക്കും. രഘു എന്നോട് പ്രണയം പറഞ്ഞിരുന്നു. എന്നെ ആലിംഗനം ചെയ്തിരുന്നു. ഞാനൊരു ഗാഠനിദ്രയിൽ നിന്നുണർന്നതാണോ? ഒരു ദിവാസ്വപ്നത്തിൻ്റെ പിച്ചും പേയും പുലുമ്പിയതാണോ? കൈവെള്ളയിൽ പിച്ചി നോക്കി വേദനിച്ചു. അല്ല, സത്യമാണ്. രഘു എനിക്ക് പ്രതീക്ഷയുടെ പ്രണയമായിരിക്കുന്നു. എനിക്ക് ഈ ലോകം കാത്തുവച്ച അത്ഭുതമാണ് രഘു. പ്രണയത്തിൻ്റെ പൗരാണിക ചട്ടക്കൂടിനെക്കുറിച്ച് ഓർത്തപ്പോൾ തെല്ലു ഭയം തോന്നി. രഘു വിവാഹിതനാണ്. ഞാനോ വിവാഹമോചനത്തിനായി കാത്തു നിൽക്കുന്ന ഒരവളും. ഞാൻ രഘുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് പ്രണയം മാത്രമാണ് ആവശ്യം. പ്രണയം സ്വന്തമാക്കലല്ല. പ്രണയത്തിന് സ്വന്തമാക്കൽ വശമില്ല. പ്രണയം പ്രതീക്ഷ മാത്രമാണ്. ജീവിക്കുവാൻ ആവശ്യമായ പ്രതീക്ഷ മാത്രം. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യനല്ലാതായിത്തീരും. എനിക്ക് മനുഷ്യനായി തന്നെ ജീവിച്ചു മരിക്കണം. പിന്നെയും ഞങ്ങൾ പരസ്പരം കണ്ടു, സംസാരിച്ചു. പബ്ലിക് ലൈബ്രറിയുടെ തണലിലും ഏകാന്തതയിലും ഞങ്ങളുടെ പ്രണയം ശബ്ദമുഖരിതമായി. രഘു വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു, പോയ യാത്രകളെക്കുറിച്ച് പറഞ്ഞു. ഞാനതെല്ലാം കേട്ടിരുന്നു. ജീവിതത്തിൽ എനിക്കിനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് ഞാൻ മറന്നുപോയ കാര്യം രഘു എന്നെ ഓർമ്മപ്പെടുത്തി. പറയാതെ പറഞ്ഞ വാക്കുകൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠനം തുടരണമെന്നും മുന്നോട്ട് പോകണമെന്നും തോന്നിപ്പിച്ചു. സ്നേഹം നിശ്ചലമായതിനും ചലനങ്ങളുണ്ടാക്കും. പ്രതീക്ഷയുടെ ചലനങ്ങൾ, ലക്ഷ്യങ്ങളിലേക്കുള്ള ചലനങ്ങൾ. വീട്ടിലേക്കുള്ള രഘുവിൻ്റെ ക്ഷണം ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അതിനാൽ തന്നെ ഉള്ളിലെ ആശങ്ക മുഖത്ത് പ്രകടമാവുക തന്നെ ചെയ്തു. വിവാഹിതനായ ഒരുവൻ്റെ വീട്ടിലേക്ക്, അവിടെ കാണേണ്ട മുഖങ്ങളെക്കുറിച്ച് ഞാൻ വല്ലാത്ത ആശങ്കയിലായി. തനിക്കവിടേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അതല്ല രഘു, വീട്ടുകാരൊക്കെ. തന്നെ അസ്വസ്ഥയാക്കുന്ന ഒരിടത്തേക്ക് ഞാൻ ക്ഷണിക്കില്ല ഭദ്ര. ജന്മദിനം എന്ന പതിവോ ആഘോഷമോ ഒന്നും തന്നെ ഇന്നേവരെ ഇല്ലാത്തവനായിരുന്നു ഞാൻ. പക്ഷെ താൻ ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ജീവിതത്തിൽ ആദ്യമായി ഒരു പിറന്നാൾ ദിനം ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ചില സംഭാഷണങ്ങൾക്കിടയിലാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ അറിഞ്ഞത്. പ്രണയം പൂക്കുന്ന കാലങ്ങളിൽ പ്രാണനാവുന്നവരുടെ പ്രിയപ്പെട്ട ദിവസങ്ങൾ നമ്മൾ മറവിക്ക് വിട്ടുകൊടുക്കാറില്ല എന്ന പതിവ് എന്നിലേക്ക് ആമുകയും തെറ്റിച്ചില്ല. പതിവുള്ളൊരു പരിഹാസമാണ് അത് പറയുമ്പോൾ ഞാൻ രഘുവിൽ നിന്ന് പ്രതീക്ഷിച്ച്. പക്ഷേ എന്നത്തെയും പോലെ അയാൾ വീണ്ടും കൗതുകപ്പെട്ടിരിക്കുന്നു. ഭദ്ര, പറ്റുമെങ്കിൽ താൻ നാളെ വീട്ടിലേക്ക് വരൂ. അമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഈ ദിവസം ഞാൻ മറക്കാറില്ല. അമ്മയുടെ കൈപുണ്യം അറിയുന്ന തൂശനിലയിലെ സതിയിലോ പാൽപായസത്തിലെ ഈ ദിവസം എന്നിൽ ഓർമ്മ പുതുക്കും. ഏകമകൻ്റെ ജന്മദിനമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായി ആ പാവം കരുതിയിരുന്നത്. എന്തോ വർഷങ്ങൾക്കപ്പുറം നിന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിഷേധിച്ചിരുന്ന പലതും ഒരു വട്ടം കൂടി എന്ന് എൻ്റെ മനസ്സ് കൊതിക്കുന്നു. ഒരു വട്ടം കൂടി എന്ന് ആ നാൾ ഓർക്കണം. അമ്മ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കാൻ ഭദ്രയ്ക്കാകുമോ? തീക്ഷ്ണമായ ആ കണ്ണുകൾ എന്നെ പ്രതീക്ഷയോടെ നോക്കി. കൗതുകമായിരുന്നു ആ വാക്കുകളോടും നോട്ടത്തിനോടും. രഘുവിനെ അന്നോളം അങ്ങനെ ഒരു ഭാവത്തിൽ കണ്ടിട്ടില്ല. പടവുകൾ. ആ മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പടവുകൾ ഇനിയുമേറെയുണ്ട്. അത്രമേൽ ആഴമുള്ള മനുഷ്യൻ, തിരിച്ചറിയാൻ കഴിയാത്ത മായാജാലക്കാരൻ. ഞാൻ വരാം രഘു. തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ രഘു പറഞ്ഞ വാക്കുകൾ മനസ്സിൽ ആവർത്തിച്ചു. നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സാന്നിധ്യം ഒരു വട്ടം കൂടി എന്നാഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ദുഃഖം ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു. ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് തോന്നുമ്പോഴുള്ള വേദന. എൻ്റെ ഹൃദയം നുറുങ്ങി. എത്രയും പെട്ടെന്ന് എനിക്ക് അമ്മയെ കാണാൻ തോന്നി. അമ്മയ്ക്കരികിലേക്ക് ഓടിയണയുവാൻ തോന്നി. കെട്ടിപ്പുണരുവാൻ തോന്നി. ആ വയറ്റിൽ പറ്റിപ്പിടിച്ചുറങ്ങുവാൻ തോന്നി. അതെ, കൂടെയുള്ളപ്പോൾ ചേർത്ത് പിടിച്ചില്ലെങ്കിലും ആ നിമിഷങ്ങളാൽ തീർച്ചയായും ഭാവിയിൽ നാം വേട്ടയാടപ്പെടും. രഘുവിന് വേണ്ടി കരുതിയ പിറന്നാൾ സമ്മാനം. എന്നിൽ പ്രണയത്തിൻ്റെ കറുപ്പ് പടത്തിയവന്, ആ കറുപ്പാൽ എൻ്റെ ഭൂതകാലത്തെ മായ്ച്ചു കളഞ്ഞവന് ആ നിറത്തിലുള്ള വസ്ത്രം തന്നെ ഞാൻ തിരഞ്ഞെടുത്തു. വാങ്ങിച്ചു വെച്ച കറുപ്പ് നിറമുള്ള ഷർട്ട് ഭംഗിയായി പൊതിഞ്ഞെടുത്തു. ആ കറുപ്പ് നിറം ആ മനുഷ്യനെ അണിയിക്കണം, കറുപ്പ് പടർത്തണം. ആ കറുപ്പിൽ അയാൾക്കുള്ളിലെ വെളിച്ചം കൂടുതൽ തെളിഞ്ഞു കാണണം. ബസ്സിറങ്ങി കുറച്ചധികം നടക്കേണ്ടി വന്നു. ആ വീടിനെ ഭാവനയിൽ കെട്ടിപ്പടുത്തിയതെല്ലാം വിപരീതമായ ഒരു ചിത്രത്തിലേക്കാണ് നടന്നെത്തിയത്. ഒരു ഹൗസിംഗ് കോളനിയോ അപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലെ ഒരൊറ്റ വീടാണ് പ്രതീക്ഷിച്ചത്.
ആളുകൾ അത്യാവശ്യം തിങ്ങി പാർക്കുന്ന ഒരിടം. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഇടത്തേക്കാണ് എത്തിച്ചേർന്നത്. ആൾത്തിരക്കില്ലാത്ത ഒരു ചായക്കടയ്ക്കപ്പുറം കാടു പിടിച്ച് കിടക്കുന്ന ഒരു കാലിപ്പറമ്പ്, അതിനോട് ചേർന്ന ഒരൊറ്റ വീട്, മുന്നിലേക്ക് പുതുതായി വാർത്തതും പിറകിൽ പഴയ ഓടും നിലനിർത്തിയ 2 കാലഘട്ടങ്ങളുടെ ഒരേ സമയം വെളിവാക്കുന്നൊരു കൊച്ചു വീട്. പിറകുവശം ഒഴികെ 3 വശവും വെട്ടുകല്ലിൽ തീർത്ത മതിലുണ്ട്. തുരുമ്പിച്ച ഗേറ്റ് തുറന്ന് ഇലപൊഴിഞ്ഞ് വീണ് മുറ്റത്തേക്ക് നടന്നു. വീടിന് പിറകിൽ കണ്ണെത്താ ദൂരത്തോളം നെൽവയലാണ്. പാടത്തു നിന്നും ഒഴുകിയെത്തിയ കാറ്റിൽ സാരിയുടെ ഞൊറിവുകൾ ശരീരത്തെ വലിഞ്ഞു ചുറ്റി. രഘു പുഞ്ചിരിയോടെ വാതിൽക്കൽ നിൽക്കുന്നു. ബസ് ഇറങ്ങിയിട്ട് വിളിക്കാൻ പറഞ്ഞതല്ലേ, ഞാൻ ബൈക്കുമായി വന്നേനെ, എന്തിനാ ഇത്ര ദൂരം നടന്നത്? സാരമില്ല, വിളിക്കേണ്ട എന്ന് തോന്നി. രഘു വാതിൽക്കൽ നിറഞ്ഞു നിന്നു. തെളിഞ്ഞ അയാളുടെ ചിരിയിൽ ആ ഇടങ്ങളിൽ അയാൾ കൂടുതൽ ഇഴുകിച്ചേർന്നതുപോലെ എനിക്ക് തോന്നി. വീടിൻ്റെ പടി കയറുമ്പോൾ എന്തോ അനാവശ്യമായ ഒരു ഭീതിയും അങ്കലാപ്പും എന്നെ പൊതിഞ്ഞു. ഞാൻ ചുറ്റുപാടും നോക്കി. റോഡിനപ്പുറം ദൂരെയായ വീടുകളുടെ പകുതിയോ മേൽക്കൂരകളോ കാണാം എന്നല്ലാതെ നോട്ടം പതിയുന്നത്ര അരികിലെ ആരുമില്ല എന്ന് മനസ്സിലായി. എൻ്റെ തലയ്ക്കുള്ളിലെ ചിന്തകൾ ആ മനുഷ്യന് പറയാതെ അറിയാം. ഭദ്ര പേടിക്കേണ്ട. ഇല്ല. അകത്തേക്ക് കടക്കുവാൻ ഇടം തരാതെ രഘു എന്നെ നോക്കി ചിരിച്ചു. അകത്തേക്ക് കടത്തില്ല എന്നാണോ? അതിന് അനുവാദം ചോദിക്കുന്ന പതിവ് ഭദ്രയ്ക്കില്ലല്ലോ. വരൂ, കയറൂ. അകത്തു കയറി കയ്യിലെ കവറിൽ നിന്നും സമ്മാനപ്പൊതി എടുത്ത് രഘുവിന് നേരെ നീട്ടി. അത് വാങ്ങിച്ചുകൊണ്ട് രഘു എന്നെ പ്രണയാർദ്രനായി നോക്കി. ഭദ്ര. ആ കർപ്പൂരഗന്ധം എന്നെ പൊതിഞ്ഞു. ആത്മാവിലേക്ക് അലിഞ്ഞു ചേരും വരെ ആ കരങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു. കൈകൾ അഴിഞ്ഞിട്ടും ആ ആലിംഗനത്തിൽ നിന്ന് ഞാൻ മുക്തിയായിട്ടില്ലായിരുന്നു. ഭദ്ര, ഇരിക്കൂ. പൊതിയുമായി രഘു അകത്തെ മുറിയിലേക്ക് പോയി. ഞാൻ ആ വീട് മുഴുവനായി കണ്ടു. ഒരു ഹാളും കിടപ്പുമുറിയും അടുക്കളയും പിറകുവശത്ത് പാടത്തിന് അഭിമുഖമായി ഒരു നീളൻ വരാന്തയും മാത്രമുള്ള ചെറിയ സൗകര്യങ്ങൾ. മരങ്ങൾ തിങ്ങി നിറഞ്ഞ പറമ്പിൽ തണലിൻ്റെ തണുപ്പ് മാത്രം. ആ തണുപ്പ് ചാന്ത് തേച്ച അകത്തളത്തിൽ നിന്നും പാദങ്ങളിലേക്ക് ഇരച്ചു കയറുന്നു. ഹാളിലെ ഷെൽഫിലും മരത്തിൻ്റെ അലമാരികളിലും പുസ്തകങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതിലേറെ നിയമപുസ്തകങ്ങളാണ്. ഒരു വശത്ത് ഫയലുകളും മറ്റും വെച്ചിരിക്കുന്ന ടേബിളും ഒരു റോളിംഗ് ചെയറും കുറച്ച് പാത്രങ്ങൾ മാത്രമുള്ള ഒരു അടുക്കള. എല്ലാത്തിനും വല്ലാത്ത അടുക്കും ചിട്ടയും ഭംഗിയും. ആ വീട്ടിലൊരു സ്ത്രീ സാന്നിധ്യം ഉള്ളതായി ഒരടയാളം പോലും എനിക്ക് കണ്ടെത്താനായില്ല. രഘുവിനെക്കുറിച്ച് എന്നിൽ 1000 ചോദ്യങ്ങൾ ഉടലെടുത്തു. രഘു കറുപ്പണിഞ്ഞ് എൻ്റെ മുന്നിൽ വന്നു നിന്നു. അതെ, എൻ്റെ ചിന്ത തെറ്റിയില്ല. കറുപ്പിൽ അയാളിലെ വെളിച്ചം കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു. ദീപ്തമായ ആ മുഖത്തേക്ക് നോക്കി ഞാൻ നേരമേറെ നിന്നു. ഭദ്ര കഴിച്ചോ? രാവിലെ ദോശ ബാക്കിയുണ്ട്, കഴിക്കണോ? വേണ്ട, ഇനി ഉച്ചയ്ക്ക് മതി. ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുപോയി കഴിച്ചാലോ ഭദ്ര? വേണ്ട രഘു, നമുക്കിന്ന് എവിടെയും പോവേണ്ട. ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം. ഇവിടെ സാധനങ്ങളുണ്ടോ? അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ നമുക്ക് തന്നെ പാചകം ചെയ്യാം. രഘു അത് ആഗ്രഹിച്ചിരുന്നെന്ന് ആ കണ്ണുകൾ എന്നോട് സമ്മതിച്ചു. ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് സ്നേഹത്താൽ കോർത്തെടുക്കുമ്പോഴാണ്. ഒരു തുള്ളി വെള്ളം പോലും അമൃതമാക്കുന്ന നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. പറമ്പിലെ വാഴക്കൂട്ടത്തിൽ നിന്നും തൂശനില വെട്ടി എൻ്റെ കയ്യിൽ തരുമ്പോൾ രഘു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ പാചകത്തിൽ മിടുക്കിയാണല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞ ആഗ്രഹം താൻ ഇത്ര കാര്യമായി എടുക്കുമെന്ന് കരുതിയില്ല. രഘുവിന് അത് ആഗ്രഹമാണെങ്കിൽ എനിക്കത് സ്വപ്നമാണ്. ചോറും സാമ്പാറും 2 കൂട്ടം ഉപ്പേരിയും അവിയലും പപ്പടവും പായസവും. ഒരു കുഞ്ഞു പിറന്നാൾ സദ്യ. പിറകുവശത്തെ വരാന്തയിൽ ഇലവിരിച്ച ആഹാരം വിളമ്പി. ആ മനുഷ്യൻ കാലങ്ങൾക്ക് ശേഷം ജീവിക്കുന്നു എന്നെനിക്ക് തോന്നി. ഓരോ ഉരുളിയും രുചി അറിഞ്ഞു കഴിച്ചു. കറികളെക്കുറിച്ച് വാതോരാതെ പറഞ്ഞു. ഞാൻ അയാളുടെ ഭാര്യയാണോ? കഴിഞ്ഞു പോയതെല്ലാം ഇന്നലെ രാത്രിയിൽ കണ്ട ദുസ്വപ്നമോ? അയാൾ വർത്തമാനത്തിൽ മാത്രം ജീവിച്ചു. അയാളുടെ ഭൂതകാലത്തിലേക്ക് അനുവാദമില്ലാതെ കടക്കുവാനും അതിൽ ഓരോ നിമിഷത്തെക്കുറിച്ച് അറിയുവാനും ആ വീട്ടിൽ ഞാൻ കണ്ട എന്നിൽ ആശങ്ക നിറച്ച പലതിനെക്കുറിച്ച് അറിയുവാനും അയാൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയാനുമുള്ള എൻ്റെ ആഗ്രഹവും ആകാംക്ഷയും നിഷ്ഫലമാക്കിക്കൊണ്ട് അയാൾ വർത്തമാനത്തിൽ എന്നെ തളച്ചിട്ടു. എന്നോടൊപ്പം ജീവിച്ചു, എന്നെ പ്രണയിച്ചു, എന്നെ നോക്കി പുഞ്ചിരിച്ചു. സന്തോഷം നിറഞ്ഞ മണിക്കൂറുകൾക്ക് ദൈർഘ്യം കുറയും. സന്ധ്യയുടെ ശീലകൾ മുറ്റത്ത് നിന്നും വിടവാങ്ങി. പാതി വിളഞ്ഞ നെൽക്കതിരുകൾ കാറ്റിനോട് പറയുന്ന രഹസ്യങ്ങൾ ഇരുൾ പരൽക്കുന്ന നിശബ്ദതയിൽ പരസ്യമായി ഭൂമിയെ കറുപ്പ് പൊതിഞ്ഞു. ഭദ്ര, വരൂ, നല്ല കാറ്റുണ്ട്. പാടത്തോരത്ത് പോയിരിക്കാം. ഈ നേരത്തോ? ചിരിച്ചുകൊണ്ട് രഘു മുറ്റത്തേക്ക് ഇറങ്ങി, കൂടെ ഞാനും. ഭദ്രയ്ക്ക് ഇരുട്ടിനെ പേടിയാണോ? ഇപ്പോഴില്ല. രഘുവിന് ഭയമില്ലേ?
മരണത്തെ ഭയക്കാത്തവന് ഇരുട്ടിനെ ഭയമുണ്ടോ? ഭദ്രയ്ക്ക് മരണത്തെ ഭയമാണോ? ഭൂതകാല ഓർമ്മകളുടെ വലിച്ചിലോടെ അതിന് ഞാൻ മറുപടി പറഞ്ഞു. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ മരണത്തെ ഭയക്കുന്നു എന്ന അർത്ഥമില്ല ഭദ്ര. ആത്മഹത്യ ചെയ്യുന്നത് മരണത്തെ ഭയമില്ലാത്തവരല്ല, ജീവിതത്തെ ഭയക്കുന്നവരാണ്. ജീവിതത്തിലെ സങ്കീർണതകളെ പേടിച്ച് മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയാൽ ഈ ഭൂമിയിൽ മനുഷ്യനെന്ന ജന്മം തന്നെ ഉണ്ടാവില്ല. ശരിയാണ്, സങ്കീർണതകളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ തിരിച്ചറിയുമ്പോൾ അതെനിക്കും തോന്നാറുണ്ട്. ആർക്കാണ് അങ്ങനെ ഇല്ലാത്തത്? ഏറ്റക്കുറച്ചിലുകളോടെ സങ്കീർണങ്ങൾ ഓരോ മനുഷ്യനെയും പിണഞ്ഞു കിടക്കുന്നു. അരയാൾ താഴ്ചയിൽ പാടം. പറമ്പിൽ നിന്ന് പാടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കശുമാവിൻ്റെ ചുവട്ടിൽ ഞങ്ങളിരുന്നു. നിറങ്ങളാലും ഘടനയാലും കാലഘട്ടങ്ങൾ വെളിവാക്കിയ കരിയിലുകൾ എല്ലാം തന്നെ ഇരുട്ടിൽ ഒരുപോലെ തോന്നി. ഇരുട്ടിൽ സർവവും ഒന്നാണ്. ഞാൻ വരുമെന്നും ഇന്നു മുഴുവൻ രഘുവിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും രഘു വിശ്വസിച്ചിരുന്നുവോ? ഭദ്ര, എനിക്ക് നിൻ്റെ പ്രണയത്തിൽ വിശ്വാസമാണ്. ആ പ്രണയം നിനക്ക് സത്യമാണ്. ആ സത്യത്തിൽ നീ ജീവിക്കുന്നു. രഘു, ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ പുരുഷനാണ് രഘു. എന്നാൽ ജീവിച്ചു എന്ന് തോന്നിയതും സ്നേഹം എന്തെന്നും അതിൽ പരസ്പരം ബഹുമാനവും കരുതലുമുണ്ടെന്നും അറിഞ്ഞതും രഘുവിനോടൊപ്പമുള്ള നിമിഷങ്ങളിൽ മാത്രമാണ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന അയാളെ ഞാൻ നോക്കി. നിലാവിൽ അയാൾ കൂടുതൽ സുന്ദരനാകുന്നു. രഘു കൈകൾ ഉയർത്തി എൻ്റെ ചുണ്ടുകളെ തൊട്ടു. ആ കണ്ണിലെ നോട്ടം താങ്ങാനാകാതെ ഞാൻ മുഖം താഴ്ത്തി. അയാൾ മുന്നോട്ട് നീങ്ങി എൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ഞാൻ പിറകിലേക്ക് നീങ്ങുമ്പോൾ കരിയിലകൾ ഞെരിഞ്ഞു ശബ്ദിച്ചു. പിറകിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഒരു അതിരുണ്ടാവണമെന്നും എനിക്ക് നീങ്ങുവാൻ ആവാത്ത വിധം അതിനെ തടയണമെന്നും അയാൾ എന്നിലേക്ക് കൂടുതൽ അടുത്തേക്ക് ചേരണമെന്നും ഞാൻ ആശിച്ചു. എൻ്റെ ഉടൽ കശുമാവിൻ്റെ തടിയിൽ ചേർന്നതും കരിയിലകൾ നിശബ്ദമായി. കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടുതൽ അരികിലേക്ക് വരാൻ, അതിൻ്റെ ശ്വാസത്തിൽ കലരുവാൻ തുടങ്ങി. മനസ്സരുതേ എന്നോർത്ത് വിളിച്ചിട്ടും ശരീരം അടുക്കുവാൻ കൊതിച്ചു. ഒടുവിൽ മനസ്സിനെ ബലി കൊടുത്ത് ശരീരം വിജയിച്ചു. ഹൃദയമിടിപ്പ് പരസ്പരം കേൾക്കുവാൻ പാകത്തിനുയർന്നു. ശ്വാസനിശ്വാസങ്ങൾ ചൂട് പകർന്നു. പിൻകഴുത്തിലെ വിയർപ്പ് തുള്ളി മാറിലേക്ക് ഉതിർന്നു വീണു. കശുമാവിൻ്റെ തടിയിലേക്ക് കുത്തിവെച്ച ശില്പക്കണക്ക് ഞാൻ പറ്റിച്ചേർന്നു. പിൻകഴുത്തിൽ പടർന്നു കയറിയ രഘുവിൻ്റെ കൈവിരലുകൾ കശുമാവിൽ നിന്ന് എന്നെ അടർത്തിയെടുത്തു. ശ്വാസവും നിശ്വാസവും ഇഴചേർന്നു. ബലിഷ്ഠമായ കരങ്ങൾ അരയിൽ ചുറ്റിയതും ആ ശരീരത്തിലേക്ക് ഞാൻ പടർന്നു കയറി. എൻ്റെ ചുണ്ടുകൾ വിറച്ചു, മേൽചുണ്ട് വിയർത്തു. ആ വിയർപ്പിനോടൊപ്പം രഘു എൻ്റെ ചുണ്ടുകളെ ഗാഢമായി ചുംബിച്ചു. ഞാൻ ദുർബലയായി, ഭാരമില്ലാത്തവളായി. പ്രണയത്തിൽ കാമം തെറ്റാണോ? പ്രണയം പരിശുദ്ധമാവണമെങ്കിൽ കാമം അകലം പാലിക്കണമോ? എന്നാൽ അതല്ല. പ്രണയവും കാമവും വേർതിരിക്കാനാവാത്ത എന്തോ ഒന്നാണ്. കാമത്താൽ തിളയ്ക്കപ്പെട്ട ശരീരത്തെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ കാമം പ്രണയം തന്നെയല്ലേ? ഞാൻ പ്രണയിക്കപ്പെട്ടു. എൻ്റെ ഓരോ അണുവിലും പ്രണയകാമം നിറഞ്ഞു. രഘുവിൻ്റെ ശരീരഭാരം ഞാൻ ഏറ്റുവാങ്ങി. എൻ്റെ ശരീരം ആദ്യമായി ഒരു പുരുഷൻ്റെ സ്നേഹം അറിഞ്ഞു. ചൂടറിഞ്ഞു, കിതപ്പും ക്ഷീണവും അറിഞ്ഞു. ആകാശമേൽക്കൂരയ്ക്ക് കീഴിൽ കരിയിലുകൾ തീർത്ത മെത്തയിൽ എൻ്റെ നഗ്നതയ്ക്ക് രഘുവസ്ത്രമായി തീർന്നു. എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിച്ചു. അതിലെ ഓരോ മുഴുപ്പുകളെയും വലിപ്പച്ചെറുപ്പങ്ങളെയും ഞാൻ മനസ്സിലാക്കി. മാധവിക്കുട്ടി പറയുന്ന പോലെ, ഒരു സ്ത്രീയാവണമെങ്കിൽ അവൾക്കൊരു കാമുകനുണ്ടാവണം. അവളുടെ സ്ത്രീത്വത്തെ അംഗീകരിക്കാൻ ഒരു പുരുഷൻ വേണം. അവളെ ഒരു കണ്ണാടിയിലെന്ന പോലെ പ്രതിഫലിപ്പിക്കുവാൻ, അവളുടെ ദേഹത്തിൻ്റെ മിനുസവും മണവും വലിപ്പച്ചെറുപ്പങ്ങളും അവളെ മനസ്സിലാക്കി കൊടുക്കുവാൻ മറ്റാർക്കാണ് കഴിയുക? രഘു എൻ്റെ മൂർധാവിൽ തുടരെ ചുംബിച്ചു. എൻ്റെ കണ്ണുനീർ രഘുവിൻ്റെ നെഞ്ചിനെ നയിച്ചു. രഘു എന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. രഘു, നമ്മൾ തെറ്റു ചെയ്തുവല്ലേ? ഒരിക്കലുമില്ല. പ്രണയത്തിൽ തെറ്റുകളില്ല, ശരികൾ മാത്രം. ഇത് പ്രണയമാണോ? ഇതും പ്രണയമാണ്. എനിക്ക് സങ്കടം വരുന്നു. കരയൂ, മതിവരുവോളം കരയൂ. ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതിരിക്കുവോളം കരയൂ. ഞാൻ കരഞ്ഞു, ശബ്ദമില്ലാതെ. എന്നാൽ ഹൃദയം പൊടിഞ്ഞു കരഞ്ഞു. കണ്ണീരിന് കട്ടി കൂടി. ആ കണ്ണുനീർ രഘുവിൻ്റെ സ്നാനം ചെയ്തു. ഞാൻ കരഞ്ഞു തളർന്നു. അധ്യായം 17. ചുമലിലെ തലോടലിലെ താളത്തിനൊപ്പം എൻ്റെ ദുഃഖങ്ങൾ അകലുന്നു. കണ്ണുനീർ തോരുന്നു. എല്ലാം ശാന്തമാകുന്നു. ഞാൻ തനിച്ചല്ല, എനിക്ക് രഘുവുണ്ട്. എനിക്ക് രഘുവിനോട് പ്രണയമുണ്ട്. അതിലെ സന്തോഷങ്ങളുണ്ട്. ഞാൻ പുഞ്ചിരിച്ചു. ഒന്നുകൂടി ആ ഇടനെഞ്ചിലേക്ക് ഞാൻ ചേർന്നിരുന്നു. കാറ്റ് വീശിയപ്പോൾ മുടിക്കുള്ളിൽ കുളിരുന്നത് പോലെ തോന്നി. മുടിയിഴകൾ നനഞ്ഞിരിക്കുന്നു. ഞാൻ മുഖമുയർത്തി നോക്കി. രഘു കരയുകയാണ്. നിലാവില കവിളിലെ കണ്ണുനീർ ചാൽ എനിക്ക് വ്യക്തമായി കാണാം. രഘു, എന്തായത്? കരയുകയാണോ?
മറുപടിയുമായി ഇരുകൈകൾ കൊണ്ട് അയാൾ എൻ്റെ മുഖം കോരിയെടുത്തു. നെറുകയിൽ അമർത്തി ചുംബിച്ചു. എൻ്റെ അസ്ഥികൾ അറിയും വരച്ചു കെട്ടിപ്പുണർന്നു. ഭദ്ര, ഞാൻ ആദ്യമായി ഒരു സ്ത്രീയെ പൂർണ്ണമായി അറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നിലെ പുരുഷനെ അറിഞ്ഞിരിക്കുന്നു. അതിന് നീ കാരണമായി. നിനക്കല്ലാതെ അത് മറ്റാർക്കും കഴിയില്ല. നീ എന്ന പെണ്ണിന് പ്രണയം ഒരേ സമയം അഗ്നിയും ജലവുമാണ്. അണയ്ക്കുവാനും ആളിക്കത്തിക്കുവാനും കഴിവുള്ളവൾ. നിന്റെ പ്രണയത്തെ അറിയാതെ പോവാൻ കാണാതിരിക്കാൻ എനിക്കാവില്ല. ഞാൻ ആദ്യമായി ഒരു സ്ത്രീയെ പൂർണ്ണമായി അറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നിലെ പുരുഷനെ അറിഞ്ഞിരിക്കുന്നു. കടങ്കഥ കേട്ട പോലെ ഞാൻ ആ വാക്കുകളെ ആവർത്തിച്ചു കേട്ടു. വിവാഹിതനായ രഘുനാഥ്. ആ മനുഷ്യനെ ഞാൻ ഞെട്ടലോടെ നോക്കി. അയാൾ ഭൂതകാലത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ സന്തോഷം നിറഞ്ഞ വർത്തമാനത്തിലും തളരുന്നുണ്ടെങ്കിൽ അവിടെ ഭൂതകാലം അയാളെ കെട്ടിവലിക്കുന്നുണ്ടാവണം. പകൽ മുഴുവൻ ഭാരമായി കൊണ്ടു നടന്ന ചോദ്യങ്ങൾ നാവിൻ തുമ്പിൽ നിന്നും അനുവാദമില്ലാതെ കുതിച്ചു ചാടി. രഘു, എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ വന്ന് കയറിയതു മുതൽ ഒരുപാട് ചോദ്യങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. ഒരു വട്ടം പോലും അതൊന്നും ചോദിക്കാനുള്ള സാവകാശം എനിക്ക് രഘു തന്നില്ല. രഘു വിവാഹിതനാണ്. എന്നാൽ അതിനുള്ള യാതൊരു തെളിവുകളും നേരിൽ കാണുവാൻ എനിക്കായില്ല. ഒരു സ്ത്രീയുടെ സാന്നിധ്യം ആ വീട്ടിലുള്ളതായി എനിക്ക് തോന്നിയില്ല. അതിനേക്കാൾ ഒരു ഗുമസ്തന് വേണ്ടതിലധികം നിയമപുസ്തകങ്ങൾ എന്ന എൻ്റെ ചിന്ത എന്നെ കൊണ്ടെത്തിച്ചത് രഘുവിൻ്റെ മറ്റൊരു വേഷത്തിലേക്കാണ്. അഡ്വക്കേറ്റ് രഘുനാഥ്. എങ്ങനെ ഗുമസ്തൻ രഘുനാഥായി? എനിക്കറിയണം. പൂർണ്ണമായി തന്നെ അറിയണം. ഈ ലോകത്ത് മറകളില്ലാതെ ഞാൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ രഘു മാത്രമാണ്. പറയൂ, താൻ ശരിക്കും ആരാണ്? ഇനിയും ഒരു മായാജാലക്കാരനായി തുടരാതെ എന്നോടെല്ലാം പറയൂ. ഈ വീടിനുള്ളിൽ കണ്ട കാഴ്ചകളുടെ രഘുവും ഞാൻ നേരിട്ട് കാണുന്ന രഘുവും ഒന്നല്ല. ഒരു വക്കീലായിരുന്ന രഘു എങ്ങനെ ഗുമസ്തനായി? പറയൂ. ഭദ്ര, ഒരു കുറ്റവാളിക്ക് എങ്ങനെ നീതിക്ക് വേണ്ടി വാദിക്കാനാകും? ഞാൻ മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി. ഭദ്രൻ നീതിക്കും അനീതിക്കും വേണ്ടി വാദിക്കേണ്ടവനാണ് വക്കീൽ. ഞാൻ കറുപ്പണിഞ്ഞ് സത്യത്തിനു വേണ്ടി മാത്രം വാദിക്കാനാണ്, വാദിച്ച് ജയിക്കുവാനാണ്. ജയിച്ചിട്ടുണ്ട് ഒരുപാട്. അതിനിനി കഴിയില്ല എന്ന് തോന്നിയ നിമിഷത്തിൽ ഞാൻ അതിൽ നിന്നും പിന്മാറാൻ. ഒരു കുറ്റവാളിക്ക് സത്യത്തിനു വേണ്ടി വാദിക്കാനാവില്ല ഭദ്ര, അതും ഒരു കൊലപാതകയ്ക്ക്. ആകാശം പിളർന്ന് വെള്ളിടി വെട്ടിയ പോലെ എൻ്റെ തലച്ചോറ് പിളർന്നുപോയി. എൻ്റെ ശബ്ദമുയർന്നു. രഘു, എന്തൊക്കെയാണ് പറയുന്നത്? പറഞ്ഞിട്ടില്ല ഭദ്ര, ഞാൻ ഒന്നും നിന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് പറയണം. നിന്നോടെങ്കിലും എനിക്കത് എല്ലാം പറയണം. ആ മനുഷ്യൻ, അയാളെ ഒന്ന് കേൾക്കാൻ കാതുകൾ കൊതിച്ചിരുന്നു. ഒരു പക്ഷേ മനുഷ്യർക്ക് ഏറ്റവും ആവശ്യം അത് തന്നെയായിരിക്കും. തന്നെ ക്ഷമയോടെ കേൾക്കുവാൻ ആത്മാർത്ഥമായ കാതുകൾ ഉണ്ടാവുക. ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ കൈവെള്ളയിൽ ചേർത്തു പിടിച്ച ആ മനുഷ്യൻ ഭൂതകാലത്തിൻ്റെ ആഴം അളക്കുവാനാകാതെ അഗാധഗർത്തത്തിലേക്ക് ഇറങ്ങി. ഓരോ ചുവടും പതറുമ്പോൾ എൻ്റെ കൈവെള്ളയിലെ പിടുത്തത്തിന് മുറുക്കം കൂടുന്നതായി ഞാൻ അറിഞ്ഞു. എൻ്റെ കാതുകൾ ആ ആഴങ്ങളിലേക്ക് മാത്രം കാതോർത്തു. ഞാൻ അറിയുന്നു. ഏറെ ഞാൻ അറിയാൻ ആഗ്രഹിച്ച ആ മനുഷ്യനെ ഞാൻ അറിയുന്നു.